ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. രാജസ്ഥാൻ റോയൽസിന്റെ വിജയക്കുതിപ്പിനെ തടയിടാൻ അവിടെ മുംബൈ ഇന്ത്യൻസിനും ആവുന്നില്ല. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിനൊപ്പമായിരുന്നു. എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ട ടോസ് തൊട്ട് തന്നെയാണ്. നിങ്ങൾ ഈ മാക്സിമം ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ടോസിനായി ഇറങ്ങി വന്ന ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈ ക്രൗഡിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ കൂകൽ വിളികൾ ഒട്ടും ചെറുതായിരുന്നില്ല. കറക്റ്റായിട്ട് ടോസിന്റെ സമയത്ത് സഞ്ജയ് മഞ്ജരേക്കർ പറയുന്നുണ്ടായിരുന്നു ക്രൗഡിനോട് ബിഹേവ് ചെയ്യാൻ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രമാത്രം പ്രശ്നമാണ് അവിടെ ഹാർദിക് പാണ്ഡ്യ ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോസ് കിട്ടി അവിടെ ബോളിംഗ് തിരഞ്ഞെടുത്ത സഞ്ജു സാംസന്റെ ആ ഒരു നയം കറക്റ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ബോളിംഗ് അറ്റാക്ക് ആയിരുന്നു ഇന്ന് രാജസ്ഥാൻ റോയൽസ് പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. വ്യക്തമായ പ്ലാനിങ്ങുകളും എക്സിക്യൂഷനുകളും സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. എത്രത്തോളം അദ്ദേഹം മെച്ചുറായെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ക്യാപ്റ്റൻസി തന്നെയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് ഞാൻ പറയാൻ കാരണം അവിടെ ഡെവാൽ ബ്രേവിസിന്റെ വിക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഷോർട്ട് തേർഡ്മാനിലേക്ക് കറക്റ്റായിട്ട് ഫീൽഡറിനെ പ്ലേസ് ചെയ്യുന്നു. കറക്റ്റായിട്ട് അവിടെ അടിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഡെവാൽ ബ്രേവിസ് ക്യാച്ച് ഔട്ട് ആകുന്നു. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് പവർ പ്ലേക്ക് ശേഷം, അതായത് ആവേശ് ഖാന്റെ ഓവറിന് ശേഷം പേസർമാരെ നന്നായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ബാറ്റ്സ്മാൻമാരെ കറക്റ്റായിട്ട് സ്പിന്നറെ കൊണ്ടുവന്ന് അവിടെ തളച്ചിടാൻ സഹായിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് പേസർമാരെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. എത്രമാത്രം ക്യാപ്റ്റൻസിൽ അദ്ദേഹം ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു, തന്റെ ബോളർമാരെ എങ്ങനെയൊക്കെ ഏതൊക്കെ ഗ്രൗണ്ടിൽ യൂസ് ചെയ്യണമെന്ന് വ്യക്തമായ നയങ്ങളുള്ള ഒരു ക്യാപ്റ്റനായി സഞ്ജു സാംസണോട് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഊഹിച്ചു നോക്കിയാണ് ഇന്ന് സന്ദീപും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമായാണ് മുംബൈയുടെ കാര്യം. എനിവേ അദ്ദേഹത്തിന് ചെറിയൊരു ഇഞ്ചുറി മൂലം അദ്ദേഹം ഫിറ്റ് അല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ നിന്നുള്ള ഗെയിം ഇന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. മികച്ചൊരു തുടക്കമായിരുന്നു അവിടെ ജയ്സ്വാളിന് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. ബട്ട്ലർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സഞ്ജു സാംസൺ മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും ഇൻസൈഡ് എഡ്ജിൽ ആ ഒരു വിക്കറ്റ് തെറിക്കുകയായിരുന്നു. പിന്നീട് വന്ന പരാഗിന്റെ പെർഫോമൻസ് ആക്ച്വലി എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കലിയിൽ അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി എത്രത്തോളമാണെന്ന് നമ്മൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ എല്ലാ പ്രാവശ്യം ഓരോ മത്സരം കഴിയുമ്പോഴും അതിനെക്കുറിച്ച് വീഡിയോ ഇടാറുള്ളവരാണ്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് IPL വന്നപ്പോൾ ഒന്നുകൂടി കൂട്ടി മികച്ച രീതിയിൽ തന്നെയാണ് ആൾ ബാറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രൂ ഔട്ട് 3 മാച്ചസിലും മികച്ച രീതിയിൽ തന്നെയാണ് കൺസിസ്റ്റന്റ് ആയിട്ടാണ് തന്നെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അശ്വിനും, അതായത് ഈ ഒരു ഗ്രൗണ്ടിലെ കാര്യം എന്ന് വെച്ചാൽ ഒരു 100 സ്ട്രൈക്ക് റേറ്റിൽ കറക്റ്റായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. അതിനും മറിച്ച് അനാവശ്യമായ അറ്റാക്കുകൾക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വിക്കറ്റുകൾ വീഴാൻ സാധ്യത കൂടുതലാണ്. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പരാഗ് ബാറ്റ് ചെയ്ത് കണ്ടറിയാം. പരാഗ് കറക്റ്റായിട്ട് 6 അടിക്കുന്നു, അല്ലെങ്കിൽ ബൗണ്ടറി സ്കോർ ചെയ്യുന്നു, ദെൻ സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഈവൻ അശ്വിൻ വന്നിട്ടാണെങ്കിൽ അശ്വിൻ അധികം ബോളുകളൊന്നും വേസ്റ്റ് ചെയ്തില്ല. അശ്വിനും കറക്റ്റായിട്ട് ആ ഒരു 100 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിക്കൊണ്ടിരുന്നു. അതാണ് കറക്റ്റായിട്ട് ആ ഒരു മിഡിൽ ഓർഡർ, അതായത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ഇപ്പോൾ നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഗെയിമിനെ നിയന്ത്രിക്കുന്നത്. ടോപ്പ് ഓർഡറിൽ നിന്ന് ഗെയിം വന്നില്ലെങ്കിൽ അടുത്ത മത്സരത്തിലും ചെറിയ പണികൾ രാജസ്ഥാൻ റോയൽസിന് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതോടൊപ്പം ബട്ട്ലർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിയാൻ പരാഗിന്റെ ഗെയിമിനെ എടുത്ത് പറയുമ്പോഴും ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ഇപ്പോൾ ചഹലിനൊക്കെ നല്ല രീതിയിലാണ് അവിടെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ അവർ കറക്റ്റായിട്ട് ആ ഒരു എക്കോണമി കീപ്പ് ചെയ്ത് ബോൾ ചെയ്തു. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൂംറയുടെ ആ സെക്കൻഡ് ഓവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല ബൂംറ അവിടെ കൊണ്ടുവരുന്നത്. കറക്റ്റായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രഷർ ബാറ്റ്സ്മാൻമാർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മഫാക്കി അല്പം എക്സ്പെൻസീവ് ആയിപ്പോയി. പക്ഷേ കോർട്ട് സൈഡ് അത്ര എക്സ്പെൻസീവ് ആയില്ല. കോർട്ട് സൈഡ് ഭയങ്കര ധൃതിയായിരുന്നു. രാജസ്ഥാൻ റോയൽസിനെ എങ്ങനെയും ജയിച്ചിട്ട് തിരിച്ചു പോയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ഹൈ എക്കോണമിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനും അത്രയും ടച്ചായെന്ന് റിയാൻ പരാഗിനെതിരെ എറിയാൻ പറ്റിയ അദ്ദേഹത്തിന് സ്ട്രോങ് സോണിൽ ബോൾ ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് അടി മേടിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ മുംബൈക്ക് ഈ ഒരു തോൽവി ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും രാജസ്ഥാൻ റോയൽസിന്റെ വിജയവും മുംബൈ ഇന്ത്യൻസിന്റെ തോൽവിയും എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തിക്കയറുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ബൈ ബൈ.